റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയോ? ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയോ? അല്ലാഹു തരുന്ന സൗന്ദര്യമാണോ? അല്ലാഹു തരുന്ന ആരോഗ്യമാണോ? അല്ലാഹു തരുന്ന സമ്പത്താണോ? അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിഅമത്താണോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പെങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഒന്നാം നമ്പർ സൗഭാഗ്യം എന്താണെന്നറിയോ? നിങ്ങളെ സൗന്ദര്യത്തിനേക്കാൾ, നിങ്ങളെ ആരോഗ്യത്തിനേക്കാൾ, നിങ്ങൾക്ക് ഉന്നതമായ പടച്ചുതമ്പുരാൻ നല്ല ജോലി തന്നിട്ടുണ്ട്. ആ ജോലിയേക്കാൾ നിങ്ങൾക്ക് അല്ലാഹു നല്ല പാർപ്പിടം തന്നിട്ടുണ്ട്. പാർപ്പിടത്തേക്കാൾ നിങ്ങൾക്ക് അല്ലാഹു നല്ല ആഫിയത്ത് തന്നിട്ടുണ്ട്, നല്ല ആരോഗ്യം തന്നതാണ്. ആ ആരോഗ്യത്തിനേക്കാളും അല്ലാഹു തരുന്ന സൗഭാഗ്യങ്ങളെക്കാൾ അല്ലാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ നിധി എന്താണെന്നറിയോ? നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനെയാണ്, സ്വാലിഹായ ഒരു ഭർത്താവിനെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സ്വാലിഹായ ഒരു ഭർത്താവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സ്വലാഹിയത്തുള്ള ഒരു ഭർത്താവാണ്. നിങ്ങൾ ആശിക്കുന്ന രൂപത്തിലുള്ള സ്വലാഹിയത്തുള്ള ഭർത്താവാണ്. നിങ്ങളെ പോറ്റി വളർത്താൻ അറിയുന്ന, നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, കൃത്യമായി ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ഒരു സ്വാലിഹായ ഭർത്താവ്. നിങ്ങളെയും നിങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും മക്കളെയും ആത്മാർത്ഥതയോടുകൂടെ പോറ്റി വളർത്തുന്ന ഭർത്താവിന് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആ ഭർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹു തരുന്നതെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ചോദിക്കുന്ന, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അത് അല്ലാഹുവിന്റെ വിധിപ്രകാരമല്ലേ ഓരോരുത്തർക്ക് ലഭിക്കുന്നത്? നബിയേ, അല്ലാഹുവിന്റെ വിധി പ്രകാരമാണല്ലോ ഓരോരുത്തർക്ക് ഭാര്യ ഭർത്താക്കന്മാർ ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അവന് അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണല്ലോ ഓരോ ഭർത്താക്കന്മാര് നല്ലവരെ ചീത്തവരെ ലഭിക്കുന്നത്. ചില ആളുകൾക്ക് നല്ല ഭർത്താക്കന്മാര് ലഭിക്കുന്നു, നല്ല സ്വഭാവമുള്ള ഭർത്താക്കന്മാര് ലഭിക്കുന്നു. നമ്മൾ പറയാറില്ലേ, അവൻ എന്റെ മരുമകൻ മാത്രമല്ല മകനും കൂടിയാണ്. നമ്മൾ പറയാറില്ലേ, മാതാപിതാക്കളെ, നിങ്ങളെ മരുമക്കളെ കുറിച്ച്, ചില ആളുകളെ കുറിച്ച് നിങ്ങൾ പറയാറില്ലേ, അവൻ ഞങ്ങളെ മകനും കൂടിയാണ്. കാരണം ഒരു മകൻ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളാണ് അവൻ ചെയ്യുന്നത്. മരുമകൻ എന്ന റോൾ മോഡലോടുകൂടി മകൻ എന്ന ഏറ്റവും വലിയ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഏറ്റവും വലിയ ബന്ധമാണല്ലോ മകൻ എന്നുള്ളത്. ആ ഒരു പ്രവർത്തനം കൂടി എന്റെ മരുമകൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിക്കുന്ന, നബിയേ, നല്ല സ്വഭാവമുള്ള ഭർത്താവിനെ കിട്ടിയാട് രക്ഷപ്പെട്ടുവല്ലോ. ഒരു ചീത്ത സ്വഭാവമുള്ള ഭർത്താവിനെ കിട്ടിയ പെണ്ണ് എങ്ങനെയാണ്? ആ പെണ്ണിനും അല്ലാഹു മഹത്വം കൊടുക്കണ്ടേ? ഒരു കല്ലുകുടിയനായ, കഞ്ചാവ് വലിക്കുന്നവനായ, ഹറാമിയത്ത് ഉപയോഗിക്കുന്നവനായ, ലഹരിക്ക് അടിമപ്പെട്ട ഒരു ഭർത്താവിനെ കിട്ടിയ പെണ്ണ്, ആ പെണ്ണിന്റെ ഭാഗ്യം അല്ലാഹു നഷ്ടപ്പെടുത്തോ നബിയേ? ആ പെണ്ണിന്റെ ബറക്കത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞല്ലോ സ്വാലിഹായ ഭർത്താവിനെ കിട്ടുന്നതാണ് ഒരു പെണ്ണിന്റെ ഭാഗ്യമെന്ന് പറഞ്ഞല്ലോ. നമസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, ഇബാദത്തിന്റെ താല്പര്യം കാണിക്കാത്ത ഒരു ഭർത്താവിനെയാണ് ഒരു പെണ്ണിന് കിട്ടിയതെങ്കിൽ ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം അവൾക്കറിയില്ലല്ലോ ഇവൻ നല്ലവനല്ല എന്ന്. ഇവൻ നമസ്കരിക്കോ എന്ന് അവൾ അറിയില്ല, ഇവൻ ഹറാമിയത്ത് ചെയ്യുന്നുണ്ടോ എന്ന് അവൾ അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ പെണ്ണിനെ കുറ്റപ്പെടുത്തുന്നത്? റസൂലേ, ആ പെണ്ണിനെ കുറ്റപ്പെടുത്താൻ വകുപ്പുണ്ടോ നബിയേ?
അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സഹാബ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് സഹാബ. ചില സഹോദരിമാർക്ക് അല്ലാഹു നല്ല ഭർത്താക്കന്മാരെ കൊടുക്കുകയാണല്ലോ, ചില സഹോദരിമാർക്ക് അല്ലാഹു മോശപ്പെട്ട ഭർത്താക്കന്മാരെയാണ് കൊടുക്കുന്നത് സഹാബ. അതാ പെണ്ണിന്റെ ഭാഗ്യമാണ്. അതിലേറെ വലിയ സൗഭാഗ്യം ലഭിച്ച പെണ്ണും കൂട്ടത്തിലുള്ള സഹാബ. ആരാണ് നബിയേ? ആ സൗഭാഗ്യം ലഭിച്ച ഭാര്യമാര് ആരാണ് റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിലേറെ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച ഭാര്യ ആരാ? അറിവിന്നിലാവ് കേൾക്കുന്ന 10,000കണക്കിന് കുടുംബങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നല്ല സൗഭാഗ്യം എന്ന ഭാര്യയാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ഏറ്റവും വലിയ സൗഭാഗ്യം കനിഞ്ഞു തന്ന ഭാര്യ ഏതാണെന്നറിയോ? ആ ഭാര്യയുടെ സ്വഭാവം ഞാൻ പറയാൻ പോവുകയാണ്. ഹൃദയത്തോടെ കൈ ചേർത്ത് വെച്ച് ചിന്തിക്കണം മോളെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ സ്വഭാവം എനിക്കുണ്ടോ? എന്റെ ഉമ്മമാരെ, എത്ര വർഷമായി ഭർത്താവിന്റെ കൂടെ നമ്മൾ ജീവിക്കുന്നേ? എന്റെ മുത്ത് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞ ഈ സ്വഭാവം എനിക്കുണ്ടോ? അല്ലാഹ്, ഏത് സ്വഭാവമാണ് നബിയേ? ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഭർത്താവിന്റെ സ്വഭാവം മോശമായാലും ഭർത്താവിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിലോ ആ പെണ്ണ് ഒരിക്കലും ജീവിതത്തിലെ ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ മൗനം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഭർത്താവിനെ വേദനിപ്പിക്കാത്ത പെണ്ണാണ് സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല പെണ്ണ് ആരാ? ഏറ്റവും നല്ല ഭാര്യ ആരാണ്? ഏറ്റവും നല്ല സ്വഭാവ സംശുദ്ധിയുള്ള സ്വഭാവത്തിന്റെ ഉടമയായ പെണ്ണ് ആരാ? സൗന്ദര്യം കൊണ്ട് മാത്രം നന്നാവോ? ആരോഗ്യം കൊണ്ട് മാത്രം നന്നാവോ? സമ്പത്ത് കൊണ്ട് മാത്രം നന്നാവോ? അല്ലാഹുവേ, പടച്ച തമ്പുരാൻ നല്ല വിവരങ്ങൾ തന്നിട്ടുണ്ട്, നല്ല മനോഹരമായ സൗന്ദര്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്. ഈ നിഅമത്തുകളെല്ലാം അല്ലാഹു നമുക്ക് തന്നതാണ്. ആ നിഅമത്തിനേക്കാൾ, ആ സന്തോഷങ്ങളെക്കാൾ, ആരോഗ്യത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ അല്ലാഹു പെണ്ണെ നിങ്ങൾ നല്ലവളാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് മുമ്പിൽ വെച്ച് തരുന്ന ഏറ്റവും വലിയ പാരമേതാണെന്നറിയോ? ഒരിക്കലും നല്ല ജീവിതത്തിൽ ഇക്കാനെ വെറുപ്പിക്കാത്തവനാണ് സ്വഹാബ. അവളെ നിക്കാഹ് കഴിച്ച ഭർത്താവില്ലേ, അവളെ നിക്കാഹ് കഴിച്ച ഭർത്താവിനെ ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിക്കാത്ത പെണ്ണുകാരാ, ഒരു നോട്ടം കൊണ്ട് വേദനിപ്പിക്കാത്ത പെണ്ണുകാരാ, ഒരു ഇടപെടലിലൂടെ മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണുകാരാണ്. അല്ലാഹുവേ, ഒരു മൗനം കൊണ്ട് മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണ് ആരാ? ഒരു പ്രവർത്തനത്തിലൂടെ, ഒരു പ്രവർത്തനത്തിലൂടെ മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണ് ആരുണ്ടോ? ആ പെണ്ണാണ് സ്വർഗത്തിന്റെ രാജകുമാരി എന്ന് നബി മുഹമ്മദ് മുസ്തഫ